നല്ല ആരോഗ്യമുള്ള നല്ല കവിൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ കവിളിൻ്റെ വീർപ്പ് ആ ദഹന ഗ്രന്ഥിയിൽ വനം നല്ല ഫുൾ ആഫക്റ്റിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് നോക്കും അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധ, അദ്ദേഹം നാക്ക് പുറത്തേക്കിടുന്ന നോക്കും. നാക്ക് പുറത്തേക്കിടുന്ന എന്തിനാണ്? അദ്ദേഹത്തിന് ഷോയ്ക്ക് വേണ്ടിയല്ല, അദ്ദേഹം എൻ്റെ കൈയുടെ ചൂട് നോക്കൂ, എൻ്റെ കൈ അനങ്ങുമ്പോൾ ഈ കൈയുടെ ചൂട് അറിഞ്ഞ് കൈയിലേക്ക് പിടിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അദ്ദേഹം ഇപ്പോൾ നോക്കുക, എനിക്കിപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ ഏകദേശം ഒരടി അകലം മാത്രം, ഞങ്ങൾ തമ്മിൽ ഒരു 1.5 അടി അകലം മാത്രം. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ മുഖത്തോ ചുണ്ടിലോ തലയിലോ കഴുത്തിലോ എൻ്റെ നെഞ്ചിലോ എവിടെ വേണമെങ്കിലും കടിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അതൊരു ചിന്തയില്ല. അദ്ദേഹം പേടിച്ചിട്ട് നിൽക്കുക. എന്താണെന്നറിയാം, എന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ, ഇതാരാണ്, വാവാ സുരേഷ് തന്നെയാണോ, അതേ വേറെ ആരെങ്കിലും ആണോ, അതേ ഗോപി സാറാണോ, അതോ നമ്മുടെ പേടിയില്ലാത്ത പാമ്പിൻ്റെ അടുത്തൂടെ പോലും പോകാത്ത കിഷോർ കരമനയാണോ എന്നൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും എന്നെ തെറ്റായിട്ട് വിചാരിക്കും. കാരണം നിങ്ങളുടെ മുന്നിലെ പേടി മാറ്റുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ഞങ്ങൾക്ക് സാഹസം കാണിക്കലല്ല. ഇതാണ് പാമ്പുകളെന്ന്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ അതിഥികളെന്ന്, ഇതാണ് നിരുപദ്രവകാരിയായ ജീവിയെന്ന് നമുക്ക് നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്രയും അടുത്ത് ഇതിൻ്റെ അടുത്ത് പോകുന്നത്. ഫോറസ്റ്റ് ടീം, ആറാട്ടി ടീമോട്ടൊക്കെ ഇവിടെ വന്നപ്പോഴേക്കും ഒരുപാട് ആനിമൽസിന്, ആനയും കാട്ടുപോത്തിനെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ അവരെപ്പോൾ ഉള്ള ഇവയ്ക്ക് എന്തുകൊണ്ട് ഇവിടെ സുഖമായിട്ട് ജീവിച്ചുകൂടാ? സുഖമായിട്ട് അവർക്ക് ജീവിക്കാം. ഇവർക്ക് ശല്യമില്ല, അവർക്ക് ശല്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഉറവ അവരെ കാണുന്നുണ്ട്. ആ ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ച് ഭക്ഷണം, ഇവിടെയൊക്കെ ഒത്തിരി പാമ്പുകളുടെ സാന്നിധ്യമാണ്. ചേരയുടെയും മറ്റ് മുറുക്കനും അള്ളിയും പെരുമ്പാമ്പും ഒക്കെ ഇവിടെ ഒത്തിരി ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം, ധാരാളം ഇവർക്ക് ഭക്ഷണം കിട്ടും. ഇവർക്ക് തന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഒരു വർഷത്തിൽ ശരാശരി ഒരു 50-ന് താഴെ പാമ്പുകൾ ഭക്ഷണമായി വേണം. അപ്പോൾ ഇവരിവിടെയുള്ള മറ്റ് ചേരയും മുറുക്കനെയും അണലിയൊക്കെ ഭക്ഷിച്ച്, ചെറിയ പാമ്പുകളെ ഭക്ഷിച്ച് ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവർ മറ്റാർക്കും ഒരു ശല്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളെ പ്രേക്ഷകരെ അറിയുക, നമ്മുടെ കിങ് കോബ്ര 12 വയസ്സ് പ്രായമുള്ള കിങ് കോബ്ര. എന്തായാലും ഈ യാത്രയ്ക്ക് മുന്നേ എൻ്റെ ഓർമ്മ എനിക്ക് അത് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ വർഷം കൗമുദി ടീമിന് ഞാൻ വാവാ സുരേഷിനോടൊപ്പം സഞ്ചരിച്ച് കിങ് കോബ്രയെ പിടിക്കുന്നതോ വിടുന്നതോ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് പെട്ടെന്നുള്ള കോളുകളായിരുന്നു. എൻ്റെ ഈ 2016 5 കിങ് കോബ്രകളെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. ഈ 5 കിങ് കോബ്രകൾക്കും നമ്മുടെ ടീമിന് നമ്മളൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒരു ഗവി യാത്ര, നമ്മൾ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിന് ഒരു വ്യത്യസ്തമായ ഒരു യാത്ര, വേറെ എന്തെങ്കിലും ആനിമൽസിനെ കിട്ടുമോ എന്നുള്ള തേടിയുള്ള ഒരു യാത്രയായിരുന്നു ഇന്ന് നമ്മുടെ ടീം നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരു യാത്രയായിരുന്നു. ആ യാത്രയുടെ ഏകദേശം മധ്യഭാഗമായപ്പോൾ തന്നെ നമുക്ക് അവിചാരിതമായിട്ടൊരു അതിഥിയെ കാണാൻ കഴിഞ്ഞു. ഒരു ചെറിയ സാഹസത്തിന് മുതിരുകയാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് കിങ് കോബ്രകളെ ഉമ്മ വെക്കുക. കുറേ ശ്രമിച്ചു, കുറേ നടന്നു, കുറേ പരാജയപ്പെട്ടു. എന്തായാലും ഈ അതിഥിയെ നല്ല അഗ്രസീവാണ്, നല്ല ആരോഗ്യമുണ്ട്, നല്ല കടിക്കണമെന്ന ടെൻഡൻസി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനെ ഒന്ന് ചുംബിക്കാൻ എനിക്കൊരാഗ്രഹം. ഞാൻ ശ്രമിക്കുകയാണ്.
സാധാരണഗതിയിൽ രാജവെമ്പാലയ്ക്ക് അതിന്റെ നീളത്തിന്റെ 1/3 തറയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് പത്തി വിടർത്തുവാൻ സാധിക്കും. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ഭയചകിതനാക്കും വിധം നോക്കുവാൻ ഈ സർപ്പത്തിന് കഴിയുന്നത് കാരണം രാജവെമ്പാലയെക്കുറിച്ച് പല അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. രാജവെമ്പാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതര നാഗങ്ങളെപ്പോലെ രാജവെമ്പാലയും അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മണം പിടിക്കുന്നു. ഏകദേശം 300 അടി ദൂരെയുള്ള ഇരയെപ്പോലും ശ്രദ്ധിക്കാനാകും മട്ടിൽ കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങളിൽ പൊടുന്നതിനെ തിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിശക്തിയും രാജവെമ്പാലയെ നല്ലൊരു വേട്ടക്കാരനാക്കുന്നു. ഇരയെ വിഷം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം വിഴുങ്ങുകയാണ് പതിവ്. വിഷം ദഹനസഹായിയായി കൂടെ പ്രവർത്തിക്കുന്നു. മറ്റു പാമ്പുകളെപ്പോലെ തന്നെ കീഴ്ത്താടിയെല്ലുകൾ സ്ഥാനഭ്രംശം ചെയ്തുകൊണ്ട് സ്വന്തം തലയേക്കാൾ വലിപ്പമുള്ള ഇരകളെ കൂടി വിഴുങ്ങുവാൻ രാജവെമ്പാലയ്ക്ക് സാധിക്കുന്നു. ഇദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ചാടി കുതിച്ച് കടിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ അടുത്ത അതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറ കണ്ണിലേക്ക് ഒപ്പിയെടുക്കാൻ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അദൃശ്യനായ അതിഥി. അദൃശ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകൾക്ക് പല പല അർത്ഥങ്ങളുണ്ട്. അദൃശ്യം എന്ന് പറയുമ്പോൾ മാഞ്ഞു പോകുന്ന അതിഥി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന അദൃശ്യനാണ് നമ്മുടെ മുന്നിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന അദൃശ്യനെ തേടിയുള്ള യാത്രയാണ്. ഇനി നമ്മൾ അടുത്ത ഗവി റൂട്ടിലേക്ക് നമുക്ക് കുറച്ച് സഞ്ചരിച്ച് പോകാം. വെയിലിൻ്റെ ചൂടായതിൻ്റെ അതിഥികളെ കാണാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരല്പം കൂടി ഒന്ന് സഞ്ചരിച്ച് പോകാം. ആ സ്ഥലത്തേക്ക് പോകുന്ന യാത്രയാണ്. സ്കിൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ അതിഥിയുടെ സ്കിന്നാണ് നമ്മൾ അവിചാരിതമായി നമുക്ക് നോക്കാം. കിങ് കോബ്രയുടെ സ്കിന്നാണോ നമുക്ക് നോക്കാം. കിങ് കോബ്രയുടെ തൊലിയാണോ നമുക്ക് നോക്കാം. ഇതെന്തായാലും നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. ഇവിടെ ഒത്തിരി രാജവെമ്പാലയുടെ സ്ഥലമാണ്. എന്നാലും നമ്മുടെ യാത്രയിൽ അവിചാരിതമായിട്ട് ചപ്പിനെടുത്ത് കണ്ടൊരു സ്കിന്നാണ്, ചട്ടയാണ്. നമുക്ക് വലിയ ഡിസൈൻ, ഒരു ചേരയുടെ അതുപോലത്തെ ഡിസൈൻ, പക്ഷേ ചേരയല്ല. ഒരു മിനിമം ഒരു 4 വയസ്സെങ്കിലും പ്രായമുള്ള ഒരു രാജവെമ്പാലയുടെ കിങ് കോബ്രയുടെ അതായത് അതിൻ്റെ ചട്ടയാണ് ഇദ്ദേഹം ഈ കാണുന്നത്. ഏകദേശം ഒരു 12 അടിയിലേറെ നീളമുണ്ട് ഈ ചട്ടയ്ക്ക്. ഇരുവശത്ത് സർക്കിൾ നമുക്ക് കാണാം. നല്ല മഞ്ഞയാണ്. ചേരയുടെ വയലിൻ്റെ മഞ്ഞ, പക്ഷേ ചേരയുടെ വയലിൽ വരുന്ന സർക്കങ്ങളുടെ രീതിയല്ല. ചിദംബരം കൊള്ളിക്കുന്നുണ്ട്. ഇത് കാണാം നമുക്ക്. ഈ കറുപ്പ് കലർന്ന കളർ ചേര ഒറ്റയടിക്കേണ്ട ചേരയുടെ ചട്ടയെന്നേ നമുക്ക് തോന്നാറുള്ളൂ. പക്ഷേ ചേരയുടെ ചട്ടയല്ല. കിങ് കോബ്ര അഥവാ രാജവെമ്പാല അഥവാ കൃഷ്ണ സർപ്പം എന്നറിയപ്പെടുന്ന അതിഥിയുടെ ചട്ടയാണ്. നമ്മളെന്തായാലും ഇനി നമ്മൾ ഈ ചട്ട വെച്ച് ഒരു 5-6 ദിവസം പഴക്കമുണ്ട്. നല്ല കാണാം, നല്ല സ്മെല്ലൊന്നുമില്ല, നല്ല കുറച്ച് പഴക്കമുണ്ട്. 10 ദിവസം പഴക്കം വരും. 10 ദിവസം പഴക്കം വരത്തില്ല, എനിക്ക് 2-3 ദിവസം പഴക്കമേ ഉള്ളൂ. എൻ്റെ പൊടിയുന്നില്ല, 10 ദിവസം പൊടിഞ്ഞ് പോയാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അതിഥിയല്ല, അതിഥിയുടെ ഉടുപ്പാണ്. അദ്ദേഹം കുളിക്കാൻ പോയി പൂരിട്ടിട്ട് പോയ ഉടുപ്പാണ്. നമുക്കിതങ്ങ് താഴെ ഇടാം. നമ്മളെന്തായാലും സമയങ്ങളില്ല. നമ്മുടെ ഇനി ഓരോ കാൽവെപ്പും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് ഈ അതിഥി ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിഥികളുണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഈ രാത്രിയിൽ നമ്മളിപ്പോൾ നമുക്ക് ഉറച്ച് സംസാരിക്കാനോ അധികം വെട്ടം അടിക്കാനോ കഴിയില്ല. നമുക്ക് കാണാം ഒരു കൊച്ചു അതിഥി, അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത് കാട്ടുപന്നി. അത് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന ജീവിയാണ്, അത് ഭയങ്കര ഭീകര ജീവിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കാണാം, നമുക്ക് അധികം സൗണ്ട് കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹം എന്തോ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ യാത്രയിടയിൽ നമ്മൾ കണ്ട ഒരു ചെറിയ കൊച്ചു അതിഥി. നെയിം ഇന്ത്യൻ വൈൽഡ് ബോർ. കിങ്ഡം അനിമാലിയ. ഫൈലം കോഡേറ്റ. ക്ലാസ് മാമാലിയ. ഫാമിലി സൂയിഡേ. ജനസ് സസ്. സ്പീഷീസ് എസ്ക്രോഫ. വനങ്ങളിലെ ഒരു സസ്തനിയാണ് കാട്ടുപന്നി. ശാസ്ത്രീയ നാമം സസ്ക്രോഫ. ഇന്ത്യൻ നാമം ഇന്ത്യൻ വൈൽഡ് ബോർ.
ഇരുണ്ട ചാരനിറത്തിലുള്ള കാട്ടുപന്നികൾ, ഇലപൊഴിയും വനങ്ങൾ, വൃക്ഷനിബിഡ മേഖലകൾ, വെള്ളമുള്ള പുൽമേടുകൾ, ചെറിയ കുറ്റിക്കാടുകൾ എന്നിവയിൽ വസിക്കുന്നു. ഇരുണ്ട ചാരനിറമാർന്ന ഉടലാണ് കാട്ടുപന്നിയുടേത്. കൂർത്ത വായ്ഭാഗം, തേറ്റകൾ, കനം കുറഞ്ഞ കാലുകൾ, നേർത്ത വാൽ എന്നിവ കാട്ടുപന്നിയുടെ പ്രത്യേകതയാണ്. വാലിന്റെ അഗ്രഭാഗവും ത്വക്കുകളും രോമാവൃതമാണ്. ഉയർന്നു നിൽക്കുന്ന അണപ്പല്ലുകളാണ് തേറ്റയായി അറിയപ്പെടുന്നത്. തേറ്റയ്ക്ക് ഏകദേശം 32 സെന്റിമീറ്റർ നീളമാണ് ഉള്ളത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഇവ അതിവേഗം പാഞ്ഞുവന്ന് തേറ്റകൾ കൊണ്ട് ആക്രമിക്കുന്നു. സാധാരണയായി നിരുപദ്രവകാരികളായ കാട്ടുപന്നികൾ അപൂർവമായി അപകടകാരികളാകാറുണ്ട്. മിശ്രഭുക്കുകളായ ഇവ തേറ്റ ഉപയോഗിച്ച് മണ്ണ് തുരന്ന് കായ്കളും വിത്തുകളും ഭക്ഷിക്കുന്നു. കൂടാതെ ഇവ മണ്ണിര, ചെറിയ ഇഴജന്തുക്കൾ, മുട്ടകൾ എന്നിവയും ഭക്ഷണമാക്കാറുണ്ട്. രാപ്പകൽ ഭേദമന്യേ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കാട്ടുപന്നികളിലെ ആൺപന്നികൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടും സഞ്ചരിക്കാറുണ്ട്. ചതുപ്പ് പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകളിലും ഇവ കിടന്ന് ഉരുളുന്നു. 2.5 അടി വരെ ശരാശരി ഉയരമുള്ള കാട്ടുപന്നികളുടെ ഭാരം 30 മുതൽ 50 കിലോഗ്രാം വരെയാണ്. വർഷത്തിൽ ഒരു തവണ പ്രസവിക്കുന്ന ഇവ ശരാശരി 5 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശരീരം തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ ശരീരത്തിൽ കറുത്ത വരകൾ കാണാറുണ്ട്. ഏകദേശം 2 ആഴ്ച മാത്രം അമ്മയുടെ പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ തുടർന്ന് അമ്മയോടൊപ്പം ഭക്ഷണത്തിനായി സഞ്ചരിക്കുന്നു. 2ാം വർഷം മുതലാണ് ഇവയ്ക്ക് തേറ്റ വളർന്ന് തുടങ്ങുന്നത്. കടുവ, കുറുക്കൻ, പുലി എന്നിവ കാട്ടുപന്നികളെ ഭക്ഷണമാക്കാറുണ്ട്. വനവൃസ്ഥിതിയിലുണ്ടാകുന്ന കുറവ് മൂലം കാടുകളുടെ സമീപ ഗ്രാമങ്ങളിൽ ഇവ കൂട്ടത്തോടെ ഭക്ഷണത്തിനായി ഇറങ്ങുന്നു. ഇത് പലപ്പോഴും കൃഷിനാശങ്ങൾക്ക് ഇടയാക്കുന്നു. എണ്ണത്തിലുള്ള കുറവ് മൂലം കേരളത്തിൽ ഇവയെ വേട്ടയാടൽ നിയന്ത്രണ വിധേയമാണ്. അനക്കം അല്ലെങ്കിൽ നമ്മുടെ സംസാരം കേട്ടിട്ടായിരിക്കണം അധികം ഭക്ഷണം എന്തൊക്കെയോ കഴിച്ചിട്ട് പതുക്കെ ഒരു ചരിഞ്ഞ ഭാഗത്തൂടെ പതുക്കെ പോയി നോക്കണം, ചെറുതായിട്ട് കാണാം. ഇരുട്ടിലേക്ക് അങ്ങനെ മറിയണം. നമുക്ക് ഇനി വെട്ടം അധികം കൊടുക്കണമെങ്കിൽ സ്പീഡിൽ അത് ഓടിപ്പോയി. എനിക്ക് തോന്നുന്നത് ഈ സ്ഥലം കണ്ടിട്ട് എവിടെയൊക്കെ അവർ നിത്യേന സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നമ്മളായിട്ട് അവരെ ശല്യം ചെയ്യേണ്ട, അവർ പതുക്കെ അങ്ങ് പോക്കട്ടെ. അവൻ പോയി കാട്ടിലേക്ക് മറയുകയാണ്. നമുക്ക് ഇവിടുന്ന് അവർക്ക് ശല്യം ഉണ്ടാകാൻ നമുക്ക് പതുക്കെ അങ്ങ് മാറിപ്പോകും.